ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന മക്രോണിയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കാം കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. മക്രോണി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഇങ്ങനെയാകുന്ന സമയത്ത് അധികം സീനില്ല കേട്ടോ. അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കത് ഊറ്റിയെടുക്കാം. എന്നാൽ വെന്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വന്നതിന് ശേഷം നമ്മുടെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വേവുന്നവരെ, ക്യാരറ്റൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നന്നായിട്ട് അത് വെന്ത് കിട്ടുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഏകദേശം അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് മുട്ട കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കുറച്ച് ഇതുപോലെ സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ സെൻറ്ററിലേക്ക് 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ട മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ മുട്ട കറക്റ്റ് ആ ഒരു വേവിൽ നമുക്ക് മുട്ട വറവൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ആദ്യം അത് മാത്രം ജസ്റ്റ് ഒന്ന് എടുക്കാം. പിന്നെ അത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച നമ്മുടെ മക്രോണി ഇല്ലേ, ആ ഒരു മക്രോണി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പാക്ക് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാക്ക് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. കുരുമുളക് പൊടി കുറച്ച് കുറവായിരുന്നു, എന്നാലും ഇല്ലത് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ മക്രോണി ഏകദേശം സെറ്റായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മക്രോണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 4 മണിക്കൊക്കെ ചായക്കോ അല്ലെങ്കിൽ 4 മണിക്ക് സൺഡേയും സാറ്റർഡേ ഒക്കെ നമുക്കിങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കാനൊക്കെ കുട്ടികളുണ്ടാകുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി നല്ലതാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.